What properties conducting polymers enables electrical conductivity? Conjugation in polymer backbone. Okay, conjugation. Cross-linking എന്ന് വെച്ചാൽ എന്താ? റബ്ബറിലൊക്കെ ഇങ്ങനെ ബോൺസ് തമ്മിൽ ക്രോസ് ഇങ്ങനെ ക്രോസ് ചെയ്യത്തില്ലേ? സൾഫർ ഒക്കെ വെച്ച് വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ചെയിൻസ് തമ്മിൽ ടൈ ചെയ്ത് വിടുന്ന പ്രോസസ്സാണ്, അങ്ങനെ പഠിക്കുക. പോളിമർ ചെയിൻസ് തമ്മിൽ എന്ത് ചെയ്യുക, ഒരു ബോണ്ടിങ് കൊടുത്ത് ടൈ ചെയ്ത് വിടുക. ഹാർഡനിങ് എന്നും പറയാം കേട്ടോ ഈ ക്രോസ് ലിങ്കിങ്ങിനെ. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ ഹാർഡ് ആക്കുന്ന പ്രോസസ്സാണ് ഹാർഡനിങ്. ഓക്കെ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ക്രിസ്റ്റലൈനിറ്റി. ക്രിസ്റ്റലൈനിറ്റി നേരത്തെ പറഞ്ഞതാണ്, ഓർഡർലി അറേഞ്ച്മെന്റിനെയാണ്. ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ചെയിൻ, അതിനാണ് നമ്മൾ ക്രിസ്റ്റലൈനിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞല്ലേ, ഈ ചെയിൻസിന് ഇപ്പൊ നമ്മളൊരു വലിയ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ, നീളമുള്ള എന്ത് ചെയിനും ആയിക്കോട്ടെ, അതിന് എന്ത് ചെയ്യാൻ പറ്റും? ലീനിയർലി ഇരിക്കാം, നമുക്ക് ഇങ്ങനെ എന്താ പറയാ ചുറ്റി ഇങ്ങനെ വെച്ചിരിക്കാനും പറ്റും. ഈ ഒരു ഇങ്ങനെ ചുറ്റി ഒരു ഓർഡർ അറേഞ്ച്മെന്റ് ഇല്ലാതെ ഇരിക്കുന്ന സൈസിന് നമ്മൾ എന്ത് പറയും? അമോർഫസ് എന്ന് പറയും. ഓർഡർ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കഴിഞ്ഞാൽ തന്നെ ക്രിസ്റ്റലൈൻ എന്ന് പറയും. അമോർഫസ് റീജിയൻസിൽ ഒരുപാട് വീക്ക് പോയിന്റ്സ് കാണാൻ പറ്റും. നമ്മൾ മെക്കാനിക്കലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ സ്ട്രെങ്ത് കുറവായിരിക്കും, ഇവിടെ ഒരുപാട് ചെയിനിങ്ങിന് ഉള്ളതുകൊണ്ട് അവിടെ ചിലപ്പോൾ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പം ഇത് എന്ത് ചെയ്യും? ഇപ്പൊ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വെച്ചത് ബ്രേക്ക് ചെയ്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ടാവും. പക്ഷെ ക്രിസ്റ്റലൈൻ റീജിയനിൽ എന്തായിരിക്കും? എല്ലായിടത്തും യൂണിഫോം ആയിരിക്കും. ഓക്കെ, ഓക്കെ, അതാണ് ക്രിസ്റ്റലൈനിറ്റി അമോർഫസ് എന്ന് പറയുന്നത് പോളിമേഴ്സിൽ. ഈ അമോർഫസ് ആകുമ്പോൾ അത് ഇൻസുലേറ്റർ ആയിരിക്കുമോ? അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അമോർഫസ് ആകുമ്പോൾ ഇൻസുലേറ്റ്, അമോർഫസ് റീജിയനിൽ കണ്ടക്ട് ഇല്ല, അങ്ങനൊന്നുമില്ല. അതാരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ അങ്ങനെ? ഇല്ലില്ല, അങ്ങ് കണ്ടക്ടിവിറ്റി അല്ല. ഈ ക്രിസ്റ്റലൈൻ അമോർഫസ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഈ ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ അറിയോ? നോക്കുന്നേ പഠിച്ചിട്ടുണ്ടോ? അറിയില്ല. ടെൻസൈൽ സ്ട്രെങ്ത് നമ്മളൊരു മെറ്റീരിയലിന്റെ എന്താ പറയാ, ഇപ്പൊ ഇത് ഇത്ര ഒരു പീസിങ് ഒരു ഇത് എടുക്കാന്ന് വിചാരിക്കുക. ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു സ്കെയിൽ എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് അതേ സെയിം ഡയമെൻഷൻ ഉള്ള ഒരു റബ്ബർ എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, ടെൻസൈൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് ടെൻഷൻ കൊടുക്കുന്നതാണ്. ഇവിടെ നിന്ന് രണ്ടിടത്തുനിന്ന് ഞാൻ ഫോഴ്സ് കൊടുത്തു. ഇത് സ്കെയില്. സ്കെയിൽ എന്താ പോളിമർ ഏതാ? പോളിസ്റ്റയർ. ഇത് സ്കെയിലും എടുത്ത് ഇവിടെ ഞാനൊരു റബ്ബറും എടുത്തു. ഇവിടെ രണ്ടിടത്തും ഫോഴ്സ് കൊടുത്ത്. ഏത് പോളിമർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുക? റബ്ബറോ? സ്കെയിലല്ലേ? ടെൻസൈൽ പിന്നെ ബെൻഡിങ് അല്ല കേട്ടോ, ലീനിയർലി. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയ ഒരു റബ്ബറിന്റെ ഒരു പീസ് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഇത് ലോങ്ങേറ്റ് ആയി പോകൂലേ? റബ്ബർ വലിഞ്ഞു പോകത്തില്ലേ? സ്കെയിൽ വലിഞ്ഞു പോവോ? നല്ലോണം ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട് ഈ പോളിസ്റ്റൈറീന്. മനസ്സിലായില്ല അത്? മനസ്സിലായില്ലേ? ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആരാണ് വിസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും സ്കെയിലിന്. റബ്ബറിന്റെ കേസിൽ റബ്ബർ എന്ത് ചെയ്യും? റബ്ബർ പെട്ടെന്ന് വലിഞ്ഞു പോകും. റബ്ബറിന്റെ ഇവിടുത്തെ ടെൻസൈൽ സ്ട്രെങ്ത് കുറവായിരിക്കും. ഇനി നമ്മൾ ക്രോസ് ലിങ്ക് ചെയ്യാത്ത റബ്ബർ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒട്ടും തന്നെ ഈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല. ഈ ടെൻസൈൽ സ്ട്രെങ്ത് കൂട്ടുന്നത് ഈ ഒരു ക്രോസ് ലിങ്കിങ് കൊടുത്തതിന് ശേഷമാണ്. ഓക്കെ, അപ്പോ ഇനി ഇത് പറഞ്ഞത് റബ്ബറിൽ മിക്കത് നമുക്ക് കാണാൻ പറ്റുന്ന അമോർഫസ് റീജിയൻസ് ആയിരിക്കും. റബ്ബറിൽ ക്രിസ്റ്റലൈൻ റീജിയൻസ് കുറവാണ്. പക്ഷെ പ്ലാസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ അതെന്തായിരിക്കും? ലീനിയർലി അറേഞ്ച്ഡ് ആയിരിക്കും. അതുപോലെ ക്രിസ്റ്റലൈൻ റീജിയൻ ആയിരിക്കും. 100% ആയിരിക്കില്ല, ബട്ട് റബ്ബറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്സിൽ ക്രിസ്റ്റലൈൻ റീജിയൻസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് റബ്ബർ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നതും പ്ലാസ്റ്റിക്സ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കാത്തത്. ഇവര് രണ്ടുപേരും പറഞ്ഞു വരുമ്പോ സെയിം എന്നല്ല, പോളിമേഴ്സ് ആണ്. സെയിം എന്താ പറയാ, മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് വരുന്ന, ബാക്കിയൊക്കെ
ടെക്നിക്കലി സെയിം ആണ്. ഇതുപോലുള്ള ചില പ്രോപ്പർട്ടീസ് ക്രിസ്റ്റലൈനിറ്റി അമോർഫസ് ഒക്കെ വെച്ചിട്ടാണ് ഇവര് റബ്ബർ എന്നും പ്ലാസ്റ്റിക് എന്നും രണ്ട് ക്ലാസ് ഓഫ് ക്ലാസിഫിക്കേഷൻ തന്നെ വരുന്നത്. ഓക്കെ, അതിൽ കണ്ടക്ടിവിറ്റിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ക്രിസ്റ്റലൈൻ റീജിയനിലും അമോർഫസ് റീജിയനിലും ഇല്ല. എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത് റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇല്ലെന്നാ തോന്നുന്നു. ഓക്കെ, കണ്ടക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഡീലോക്കലൈസേഷൻ ഓഫ് 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. അവര് അലോസ് ചാർജ് കാരിയേഴ്സ് ടു മൂവ് അലോങ് ദ ചെയിൻ facilitating conductivity. Which type of doping enhances the conductivity of conducting polymers? Option B. Option B, P type and N type. ഈ തെർമൽ ഡോപ്പിംഗ് ഒക്കെ എന്താണെന്ന് അറിയോ? എന്തായിരുന്നു തെർമൽ ഡോപ്പിംഗ് അറിയോ? അറിയില്ല സർ. അറിയില്ല. ഓക്കെ, ഈ ചില മെറ്റീരിയൽസ് എക്സാമ്പിൾ ആർട്ടിടല്ല, ഈ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. അതറിയോ? ഇപ്പൊ 30 ഡിഗ്രിയിൽ കണ്ടക്ഷൻ ഒരു മെറ്റൽ എടുത്തിട്ട് 30 ഡിഗ്രിയിൽ കണ്ടക്ട് ചെയ്യുന്നതും അതൊരു 100 ഡിഗ്രിയിൽ കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് ആയിരിക്കും. 100 ഡിഗ്രിയിൽ എന്തായിരിക്കും കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ അതിനൊരു ഡോപ്പിംഗ് പോലെ കൺസിഡർ ചെയ്തിട്ട് പറയുന്ന സാധനമാണ് ഈ തെർമൽ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ഡിഫറെന്റ് ടെമ്പറേച്ചർ, അതായത് നമ്മള് എന്താ പറയാ, നമ്മുടെ ഇവിടുത്തെ നോർമൽ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് എടുത്താലും ഇപ്പൊ നമ്മൾ ആർട്ടിക് റീജിയൻസിൽ പോയിട്ട് അവിടെ 0 അല്ലെങ്കിൽ മൈനസ് ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അവിടെ ഒരു മെറ്റൽ കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും. രണ്ട് രീതിയിൽ മീൻസ് കണ്ടക്ടിവിറ്റി അവിടെ കുറവായിരിക്കും, നമുക്കിവിടെ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് വരുന്നത്. ആ ഒരു പ്രോസസ്സിന് ആ ഒരു ഇതിനെ പറയാനാണ് തെർമൽ ഡോപ്പിംഗ് എന്നുള്ളത് കേട്ടോ. ടെമ്പറേച്ചർ കുറയുമ്പോഴല്ലേ കണ്ടക്ടിവിറ്റി കൂടുന്നതും? ആണോ? അങ്ങനെയാണ് കേട്ടെന്ന് തോന്നുന്നു. ഓക്കെ, മെറ്റൽസിന്റെ കണ്ടക്ടിവിറ്റി കൂടുവോ ടെമ്പറേച്ചർ പറയുമ്പോ? ടെമ്പറേച്ചർ കൂടുമ്പോ റെസിസ്റ്റൻസ് കൂടുമല്ലോ, അപ്പൊ കണ്ടക്ടിവിറ്റി കുറയും. സെമി കണ്ടക്ടേഴ്സിന് തിരിച്ചു പോകണം നമ്മൾ. ഓക്കെ, ഞാൻ സെമി കണ്ടക്ടേഴ്സിന്റെ ഇതായിരിക്കും. ഓക്കെ, മെറ്റൽസ് അല്ല, സെമി കണ്ടക്ടേഴ്സിന്റെ മെറ്റൽസിൽ കുറയും അല്ലേ? ഓക്കെ ഓക്കെ, ആ ഒരു ഇതിനാണ് തെർമൽ ഡോപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ ഡിഫറെന്റ് ആയിട്ട് കാണുന്നത്. പി ടൈപ്പ് എൻ ടൈപ്പ് അറിയാലോ. ഒന്നുകിൽ ഹോൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ മൂവ്മെന്റ് വെച്ചിട്ട് ഡോപ്പിംഗ് കണ്ടക്ടർ. ഓക്കെ, വാട്ട് ഈസ് ദ ടിപ്പിക്കൽ മെക്കാനിസം ഓഫ് ചാർജ് ട്രാൻസ്പോർട്ട് ഇൻ അൺഡോപ്ഡ് കണ്ടക്ടിങ് പോളിമേഴ്സ്? ടണലിംഗ് ആൻഡ് ഹോപ്പിംഗ്. ടണലിംഗ് ആൻഡ് ഹോപ്പിംഗ്. ഓക്കെ, നിങ്ങള് ക്വാണ്ടം മെക്കാനിക്സിന്റെ അകത്ത് വരുന്നതാണ്. അത് എന്താ പറയാ, ഭയങ്കര എനിക്കും ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും അറിയില്ല. ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ്, അതെങ്ങനെ മൂവ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓരോ ഇത് വെച്ചിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ് ടണലിംഗ് ആൻഡ് ഹോപ്പിംഗ്. So which application is not typically associated with the conducting polymers? Package. വേറെ പറയുന്നുണ്ട് ഇവിടെ. ചാർജ് കാരിയർ മൾട്ടിപ്ലിക്കേഷൻ ആണോ സെയിം ആസ് ഇൻ സെമി കണ്ടക്ടേഴ്സ്? ചാർജ് കാരിയർ മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ച? ഒന്ന് പറയാവോ?
ചാർജ് കാരിയർ കൂടുന്ന സമയത്ത് കണ്ടക്ടിവിറ്റി അത് സെയിം തന്നെയാണ്. ഈ പോളിമേഴ്സ് എന്ന് പറയുന്നത് പോളി അസറ്റിലിൻ വെറുതെ എടുത്തു കഴിഞ്ഞാൽ അതിന് എല്ലാത്തിനും സെമി കണ്ടക്ടേഴ്സിന്റെ സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ്. അപ്പൊ സെമി കണ്ടക്ടേഴ്സിൽ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഡോപ്പ് ചെയ്ത് അതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നത്. ഇപ്പൊ സെമി കണ്ടക്ടേഴ്സിന്റെ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന ഡോപ്പൻസും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത നമുക്ക് ഒരേ സാധനത്തിൽ തന്നെ പി ടൈപ്പും എൻ ടൈപ്പും ഒക്കെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു സാധനം ഉണ്ടായിരുന്നു n മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ഒരു സാധനം, അതാണോ? ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ. ഇത് ഫുഡ് പാക്കേജിംഗ് ആണ് കേട്ടോ. ഫുഡ് പാക്കേജിംഗ് നമ്മൾ യൂസ് ചെയ്യില്ല. എക്സ്ക്യൂസ് മീ സർ, സാർ ഈ ക്രോസ്ഡ് ഡോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോ ക്രോസ്ഡ് ഡോപ്പിംഗ് എന്നൊരു ക്രോസ് ലിങ്കിങ് ക്രോസ് ലിങ്കിങ് എന്ന് പറയുമ്പോഴും എന്താ പറയാ, ക്രോസ് ലിങ്കിങ് എന്താ? ആ പോളിമർ ചെയിൻസ് തമ്മിൽ ബോൺസ്. സൾഫർ മാത്രമല്ല കേട്ടോ, സൾഫർ മാത്രമായിട്ട് പഠിക്കരുത്. സൾഫർ റബ്ബറിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഹെക്സാമെത്തിലിൻ ഡയമീൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതുപോലെ തന്നെ പെറോക്സൈഡ്സ് യൂസ് ചെയ്യാം. ഈവൻ അൾട്രാവയലറ്റ് റേസ് വെച്ചിട്ട് നമുക്ക് ക്രോസ് ലിങ്കിങ് ചെയ്യാൻ പറ്റും. ഇവിടെ അത്രേ ഉള്ളൂ. ക്രോസ് ലിങ്കിങ് ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ ക്രോസ് ലിങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന എക്സ്ട്രാ കെമിക്കൽസ് ആണ്. ക്രോസ് ലിങ്ക് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. ഒരു ഇമ്പ്യൂരിറ്റി, ഒരു ചെയിൻ ഉണ്ടായിരുന്നു, ഇവിടെ നമ്മൾ സൾഫർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്ത് ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പം സൾഫറിന്റെ അവിടെ എക്സ്ട്രാ ഇലക്ട്രോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ, അത് വെച്ച് വരുന്ന ഡോപ്പിംഗ്. ഓക്കെ. ഒരു എക്സ്ട്രാ ഇമ്പ്യൂരിറ്റി ഇനി എന്തുകൊണ്ടാണ് ഇതിന് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് അറിയോ? ഈ ഡോപ്പിംഗിൽ വരുന്ന ഇതിന് ഡോപ്പൻസിന് എന്തുകൊണ്ടാണ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്? സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തുകയല്ലേ ഇമ്പ്യൂരിറ്റീസ് ആഡ് സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തുമല്ലോ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ. സ്ട്രക്ചറിൽ ചേഞ്ച് വരത്തില്ലല്ലോ. സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തോ ഇമ്പ്യൂരിറ്റീസ് ആരെങ്കിലും? ഇല്ല. സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തോ? വേറെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന സമയത്ത് അവര് ഒന്നേൽ ഇലക്ട്രോൺസ് എക്സ്ട്രാ കൊടുക്കും, അല്ലെങ്കിൽ ഹോൾസ് എക്സ്ട്രാ കൊടുക്കും. ഈ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓരോ ആറ്റത്തിനും എന്താ പറയാ ഒരു സ്പേസ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. ആ സ്പേസിലോട്ട് എക്സ്ട്രാ ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ഓക്കെ. ഇലക്ട്രോൺസ് ആയിട്ടോ ഹോൾസ് ആയിട്ടോ എക്സ്ട്രാ ആൾക്കാർ വരുന്നതേ ഉള്ളൂ. സ്ട്രക്ചറിലൊന്നും ചേഞ്ച് വരത്തില്ല. ഓക്കെ. ഡൗട്ട് ഉണ്ടോ അതിൽ ആർക്കെങ്കിലും? സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തോ ഡോപ്പൻസ് ആഡ് ചെയ്യുന്ന സമയത്ത്?